Hi friends, welcome to Post Magic. Today we are discussing about official postal articles. Official postal articles POGയുടെ പാർട്ട് 1ലെ സെക്ഷൻ 3 ഡീൽ ചെയ്യുന്നത് ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസ് ആണ്. അതിൽ ഇമ്പോർട്ടന്റ് സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സെക്ഷൻ 198 ഡീൽസ് വിത്ത് ദ കണ്ടീഷൻസ്. Then 199 unpaid and insufficiently paid articles. 200 official entitled to use service stamps. 201 local fund officials. 202 procedure for ordinary stamps used for service stamp. 203 letters etc. from government officers to private persons and vice versa. Then 204 posting due articles. 205 camp articles and special bags. 206 tour programs or high officers entitled to special bags. And 207 article for persons accompanying high officers on tour. ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിന്റെ മെയിൻ ക്ലോസസ് ആണ് ഈ പറഞ്ഞത്. സെക്ഷൻ 198 മുതൽ 207 വരെയാണ് ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസ് ഡീൽ ചെയ്യുന്ന സെക്ഷൻസ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിൽ പറയുന്നത്. The conditions for official postal articles are the same as the non-official postal articles. അതായത് നോൺ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിന്റെ കണ്ടീഷൻസ് തന്നെയാണ് ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിനും ഉള്ളത്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ലെറ്റേഴ്സ്, പാർസൽസ്, രജിസ്ട്രേഷൻ, ഇൻഷുർഡ്, വാല്യൂ പേയബിൾ സർവീസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസ്. ദെൻ പറയുന്നത് നമുക്കറിയാം ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിന് ഒരു സൂപ്പർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും. എന്താണ്? ഓൺ ഇന്ത്യ ഗവൺമെന്റ് സർവീസ്, ഓൺ IGS. എല്ലാവരും പോസ്റ്റ് ഓഫീസിൽ ഡീൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് ഓൺ IGS വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസ് ആയിരിക്കും. അതുപോലെ തന്നെ ആർമി പോസ്റ്റൽ സർവീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ ആണ് ഓൺ ഇന്ത്യ ഗവൺമെന്റ് സർവീസ്, OIGS അല്ലെങ്കിൽ ഫ്രീ ഓൺ ആക്റ്റീവ് സർവീസ്, FOAS. എന്താണ്? ഫ്രീ ഓൺ ആക്റ്റീവ് സർവീസ്. ഇത് ആർമി പോസ്റ്റൽ സർവീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്താണ്? സൂപ്പർ സബ്സ്ക്രിപ്ഷൻ ആണ് ഫ്രീ ഓൺ ആക്റ്റീവ് സർവീസ്, FOAS, ഫ്രീ ഓൺ ആക്റ്റീവ് സർവീസ്. എന്ത് സൂപ്പർ സബ്സ്ക്രിപ്ഷൻ ആണ് വേണ്ടത്? ഓൺ IGS എന്നുള്ള സൂപ്പർ സബ്സ്ക്രിപ്ഷൻ വേണം. അതോടൊപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെല്ലാം വേണം? സിഗ്നേച്ചർ ആൻഡ് ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ ടു ബി entered in the lower left hand corner, other article of the officer who sent the article, or of the head clerk or superintendent of his office or other responsible officer to whom the duty of dispatching is assigned. അതായത് ഓൺ IGS എന്നുള്ളത് വേണം. അതോടൊപ്പം തന്നെ ഏത് ഒഫീഷ്യൽ ആണോ അത് അയക്കുന്നത് ആളുടെ സിഗ്നേച്ചറും ആളുടെ ഒഫീഷ്യൽ അഡ്രസ്സും അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. പിന്നെ പറയുന്നത് സർവീസ് സ്റ്റാമ്പ്സ് അഫിക്സ്ഡ് ടു ഓർ impressed or imposed or on impressions of stamping mission taken on an article which does not bear the prescribed super subscription supported by the signature and official designation of the sender will not be recognized by the post office in payment of postage. നമ്മൾ എന്താണ് എന്തെങ്കിലും ഒരു എന്താണ് സ്റ്റാമ്പിന്റെ അതായത് ഫ്രാങ്കിങ് മെഷീനൊക്കെ യൂസ് ചെയ്തിട്ട് അതിന്റെ ഇംപ്രഷൻസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ഓൺ IGS എന്നുള്ള സൂപ്പർ സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ അത് നമ്മൾ എന്തായിട്ട് കണക്കാക്കില്ല? പേയ്മെന്റ് ഓഫ് പോസ്റ്റേജ് ആയിട്ട് കണക്കാക്കില്ല. ദെൻ പറയുന്നത് സർവീസ് സ്റ്റാമ്പ്സ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ഇൻ പേയ്മെന്റ് ഓഫ് പോസ്റ്റേജ് ഡ്യൂ ഓൺ ആർട്ടിക്കിൾ. അതായത് പോസ്റ്റേജ് ഡ്യൂ ഓൺ ആർട്ടിക്കിൾസിൽ എന്ത് പേ ചെയ്യാൻ പാടില്ല? സർവീസ് സ്റ്റാമ്പ്സ് നമുക്ക് അതിൽ പേ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. The postage chargeable on the delivery of official postal article when the postage is not prepaid or is insufficiently prepaid is as follows. First one, on an unpaid postcard, letter, card, letters or packet, the prepaid rate will be taken. Then on an insufficiently paid postcard, letters or packet, the deficiency will be given. The prepayment of postage on parcel is compulsory. In case of official postal article, the prepayment of postage on parcel is compulsory. Then unpaid and insufficiently paid official postal article are charged on delivery with a single deficiency. അപ്പോൾ എന്താണ്? അൺപെയ്ഡ് ആൻഡ് ഇൻസഫിഷ്യൻ്റ്ലി പെയ്ഡ് ആർട്ടിക്കിളിൽ സിംഗിൾ ഡിവിഷൻസ് വെച്ചിട്ടാണ് അതിൻ്റെ ചാർജ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഇപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിൻ്റെ ഡെലിവറി നടത്തി അത് നമ്മൾ റീഡയറക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിൽ എന്ത് വേണം? The official postal articles are governed by the official designation of the addressee when given. അതായത് ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റീഡയറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ കറസ്പോണ്ടൻസിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് ലോക്കൽ അതോറിറ്റിയുടെ ഫണ്ട് അതോറിറ്റിയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ ഒരു
ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് ആയിട്ട് അവരെ കൺസിഡർ ചെയ്യില്ല. നെക്സ്റ്റ് ആണ് ക്യാമ്പ് കറസ്പോണ്ടൻസ് ഓർ സ്പെഷ്യൽ ബാഗ്. എന്താണ് ക്യാമ്പ് കറസ്പോണ്ടൻസിലെ സ്പെഷ്യൽ ബാഗ് എന്ന് നോക്കാം. In order to meet the convenience of the president, vice president, ministers of central government and certain high officers of government when on official tour or when their headquarters are changed, the post office will do its best to deliver fully prepaid uninsured letter, mail article addressed camp without the addition of the post town. അതായത് ഹൈ ഓഫീസേഴ്സ് ഉണ്ട് അല്ലേ, വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ്, മിനിസ്റ്റേഴ്സ്, സെൻട്രൽ ഗവൺമെന്റ്, അങ്ങനെയുള്ള ഒഫീഷ്യൽസിന് അവരൊന്നില്ലെങ്കിൽ ടൂർ ആവാം, ഒഫീഷ്യൽ ടൂർ ആവാം, അല്ലെങ്കിൽ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവരുടെ എല്ലാ പ്രീപെയ്ഡ് ആർട്ടിക്കിളും നമ്മൾ എന്താണ് അൺഇൻഷുർഡ് പ്രീപെയ്ഡ് ആർട്ടിക്കിളും അവർക്ക് ഡെലിവർ ചെയ്യണം. അപ്പൊ അതിലെന്ത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ക്യാമ്പ് അഡ്രസ്സിലേക്കാണ് കൊടുക്കണമെങ്കിൽ എന്താണ് പോസ്റ്റ് ടൗൺ വേണ്ട. എന്താണ് the letters article addressed to camp without the addition of the post town. പോസ്റ്റ് ടൗൺ എഴുതാതെ നമുക്ക് ആ ക്യാമ്പിലേക്ക് അത് അവർക്ക് കൊടുക്കാൻ പറ്റും. Special bags are delivered on all Sundays and other postal holidays. Special bags സൺഡേസിലും അതുപോലെ തന്നെ പോസ്റ്റൽ ഹോളിഡേയ്സിലും നമ്മൾ ഡെലിവറി ചെയ്യും. Only article addressed to camp are enclosed in the special bag. അതായത് ക്യാമ്പ് ആർട്ടിക്കിൾ ആണ് ഈ സ്പെഷ്യൽ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ addressed to post town are sent to the post town only. ഇനി പോസ്റ്റ് ടൗൺ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് പോസ്റ്റ് ടൗണിലേക്ക് മാത്രമാണ് ഡെലിവർ ചെയ്യുന്നത്. Article addressed neither to the post town nor camp are sent to the headquarters of the officers. The parcel, money orders, insured articles, VP and due articles are sent to the post town if addressed. If post town is not mentioned, it is sent to the headquarters of the officer. Post town mention ചെയ്തിട്ടില്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അത് ഡെലിവേർഡ് ചെയ്യും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് ക്യാമ്പ് ബാഗ്. ക്യാമ്പ് ബാഗിൽ എന്താ പറയുന്നത്, office files and other official papers may be also be transmitted by post to or from the camp of high officer to whom these rules are applicable. അതായത് ഓഫീസ് ഫയൽസും അതിൻ്റെ ഓഫീസ് പേപ്പേഴ്സും നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കും. അതായത് ഹൈ ഓഫീസേഴ്സിനെ അവർ ക്യാമ്പിലാണെങ്കിൽ അവർക്ക് കൊടുക്കുന്നതാണ് എന്താ ക്യാമ്പ് ബാഗ്. Such files and papers may be enclosed in a bag provided for by the center and sent as camp bag booked at a parcel or air parcel or letter mail rate. അതായത് ലെറ്റർ മെയിൽ റേറ്റിൻ്റെയോ എന്താണ് ബുക്ക് എന്താണ് പാഴ്സലിൻ്റെയോ എയർ പാഴ്സലിൻ്റെയോ റേറ്റിൽ നമ്മളത് ബുക്ക് ചെയ്തിട്ട് അവർക്ക് ആ ഫയൽസും പേപ്പേഴ്സും ഒക്കെ കൊടുക്കും. അതാണ് ക്യാമ്പ് ബാഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. If booked as a parcel sent by surface, it will be charged with the postage payable for parcel weighing 10 kilograms, registration fee and incidental fee of ₹16, irrespective of the weight of the bag, subject to maximum 10 kilograms. അതായത് പാഴ്സൽ ആയിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 10 kilograms വരെയാണ് നമുക്കത് കൊടുക്കാൻ പറ്റുന്നത്. അതിന് രജിസ്ട്രേഷൻ ഫീയും ഇൻസിഡൻ്റൽ ഫീയും ആയിട്ടുള്ള 16 rupees കൊടുക്കണം. പിന്നെന്താണ് മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത് 10 kilograms ആണ്. ഇൻ കേസ് ഓഫ് ഇനി എയർ പാഴ്സൽ ആയിട്ടാണ് അത് ബുക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, ഇറ്റ് വിൽ ബി ചാർജ് വിത്ത് ദ ആക്ച്വൽ പോസ്റ്റേജ് ഓഫ് എയർ പാഴ്സൽ, രജിസ്ട്രേഷൻ ഫീ ആൻഡ് ഇൻസിഡന്റൽ ചാർജ് ഓഫ് ₹6 ആൻഡ് സെൻഡ് ബൈ എയർ. എയർ ആണെങ്കിൽ എങ്ങനെയാണ്, അതിൻ്റെ ആക്ച്വൽ പോസ്റ്റേജ് വാല്യൂ എത്രയാണോ അത് കൊടുക്കണം, രജിസ്ട്രേഷൻ ഫീ കൊടുക്കണം, ഇൻസിഡന്റൽ ചാർജ് ആയിട്ടുള്ള 6 rupees കൊടുത്തിട്ടാണ് അതെന്ത് ചെയ്യണത് കൊടുക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് the camp bag booked as a letter mail will not be charged with any additional postage other than registration fee. The charges including incidental charge on camp bag booked as a parcel or air parcel should be prepaid in service stamp. അതായത് നമ്മൾ പറഞ്ഞു ഇൻസിഡന്റൽ ചാർജസ് ഉണ്ടാവും പാഴ്സലിനും എയർ പാഴ്സലിനും. അപ്പോൾ അതെന്താണ്, അത് പ്രീപെയ്ഡ് റേറ്റിൽ സർവീസ് സ്റ്റാമ്പിൽ പേ ചെയ്തിരിക്കണം. The camp bag will be booked and delivered on all days including Sundays and post office holidays. അതായത് ക്യാമ്പ് ബാഗും സ്പെഷ്യൽ ബാഗും സൺഡേസിലും പോസ്റ്റ് ഓഫീസ് ഹോളിഡേയ്സിലും ഡെലിവേർഡ് ചെയ്യും. The camp bag should have 2 labels, one address label bearing the name and full address of the addressee and another tag label. അപ്പോൾ ക്യാമ്പ് ബാഗിൽ 2 labels ഉണ്ട്. ഏതൊക്കെയാണ്, അഡ്രസ് ലേബലും ടാഗ് ലേബലും. നേരത്തെ പറഞ്ഞു എയർ പാഴ്സൽ, അതായത് എയർ പാഴ്സൽ ആയിട്ടാണ് കൊടുക്കണമെങ്കിൽ എന്താണ് രജിസ്ട്രേഷൻ ഫീ ഉണ്ട്, ഇൻസിഡന്റൽ ചാർജ് ഓഫ് ₹6 ഉണ്ട്. ദെൻ ക്യാമ്പ് ബാഗ് വിൽ ബി ബുക്ക്ഡ് ആൻഡ് ഡെലിവേർഡ് ഓൺ ഓൾ ഡേയ്സ് ഇൻക്ലൂഡിംഗ് സൺഡേസ് ആൻഡ് ഹോളിഡേയ്സ്.
നെക്സ്റ്റ് ബുക്കിംഗ് ചാർജസ് ഓഫ് ക്യാമ്പ് ബാഗ്. ക്യാമ്പ് ബാഗിന്റെ ബുക്കിംഗ് ചാർജസ് എങ്ങനെയാണെന്ന്. ബാഗ് ടൈപ്പ് നമുക്ക് 3 തരത്തിലുള്ള ബാഗ് ടൈപ്പ് ആണുള്ളത്. ലെറ്റർ മെയിൽ ബാഗ്, സർഫേസ് പാർസൽ ബാഗ് ആൻഡ് എയർ പാർസൽ ബാഗ്. ലെറ്റർ മെയിൽ ബാഗിന്റെ മാക്സിമം വെയിറ്റ് 2 to 5 kilograms. രജിസ്ട്രേഷൻ ഫീ ആയിട്ടുള്ള ₹17 കൊടുക്കണം. അതിനെന്തില്ല, ഇൻസിഡന്റൽ ചാർജസ് ഇല്ല. സർഫേസ് പാർസൽ ബാഗ് മാക്സിമം വെയിറ്റ് 10 kilograms ആണ്. രജിസ്ട്രേഷൻ ഫീ 17, ഇൻസിഡന്റൽ ചാർജ് ₹16. ദെൻ എയർ പാർസൽ ബാഗ് ആണെങ്കിൽ മാക്സിമം വെയിറ്റ് 10 kilograms, രജിസ്ട്രേഷൻ ഫീ 17 ആൻഡ് ഇൻസിഡന്റൽ ഫീ ₹6. നമ്മൾ പറഞ്ഞു ഈ ക്യാമ്പ് ബാഗും സ്പെഷ്യൽ ബാഗൊക്കെ കൊടുക്കുന്നത് ഹൈ ഓഫീസേഴ്സിന്റെ ടൂറോ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴാണ്. അപ്പോൾ അവരാർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ദ പ്രസിഡന്റ് ആൻഡ് ഹിസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. പ്രസിഡന്റും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഡയറക്ടർ ജനറൽ ഓഫ് പോസ്റ്റിന് റിപ്പോർട്ട് കൊടുത്തിരിക്കണം. ദെൻ വൈസ് പ്രസിഡന്റ് കൊടുക്കേണ്ടത് ദ ഡയറക്ടർ ജനറൽ ഓഫ് പോസ്റ്റ്. ദ ഗവർണർ ഓഫ് സ്റ്റേറ്റ്സ് കൺസേൺഡ് PMGക്ക് കൊടുക്കണം. ഡയറക്ടർ ജനറൽ ഓഫ് പോസ്റ്റ്, സെക്രട്ടറി ഓഫ് പോസ്റ്റ്, ഓൾ ഹെഡ് സർക്കിൾസ്, ഹെഡ് ഓഫ് ദ സർക്കിളിന് കൊടുക്കണം. എന്നാണ് അവരുടെ ലെറ്റേഴ്സ് അവരെവിടെയാണോ ഉള്ളത് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇന്നെടുത്തത് ക്യാമ്പ് ബാഗ്, സ്പെഷ്യൽ ബാഗ്, ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾസ് ഒക്കെയാണ്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെയാണ് പറഞ്ഞത്. So I conclude this topic.